നമ്മളിന്ന് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ്റെ ബാക്കിയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പം നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകതകൾ കുറച്ച് മുന്നേ പോസിറ്റീവ് ഡീവിയേഷൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞായിരുന്നു. ഓർമ്മയില്ലായിരുന്നോ? പി എയുടെയും പി ബിയുടെയും കേസ്. അതുപോലെ ഇവിടെ നോക്കുക, ഇവിടെ പി എ ഗ്രേറ്റർ ദാൻ കൈ എ ആണ്, പി ബി ഗ്രേറ്റർ ദാൻ കൈ ബി ആണ്. ഡെൽറ്റ എച്ച് മിക്സ് ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ നെഗറ്റീവ് ഡീവിയേഷനാണ്. അപ്പോൾ ഡെൽറ്റ എച്ച് മിക്സ് നോട്ട് ഈക്വൽ ടു 0 നമുക്കറിയാം. നോട്ട് ഈക്വൽ ടു 0 എന്ന് മാത്രമല്ല, അത് 0യേക്കാൾ താഴെയായിരിക്കും. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും. ഡെൽറ്റ വി മിക്സും എന്തുതന്നെയാണ്? നെഗറ്റീവാണ്. അപ്പോൾ ഡെൽറ്റ എച്ച് മിക്സും ഡെൽറ്റ വി മിക്സും നെഗറ്റീവാണ്. ഇനി അതിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഗ്രാഫ് ശ്രദ്ധിക്കുക. ഈ ഗ്രാഫിൽ രണ്ടാൾക്കാരാണ്, വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും. കഴിഞ്ഞ ഗ്രാഫിലും 2 പേരാണ്, വേപ്പർ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ. റൗൾസ് ലോ പ്രകാരം വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. മോൾ ഫ്രാക്ഷൻ കൈ 1 ഉണ്ട്, കൈ 2 ഉണ്ട്. കഴിഞ്ഞ ഗ്രാഫിൽ കൈ എ എന്നും കൈ ബി എന്നാണ് കാണിച്ചത്. ഇവിടെ കൈ 1 0 ആണ്, അപ്പോൾ കൈ 2 എത്രയായിരിക്കും? 1 ആണ്. എൻ്റെ കാര്യം നമുക്കറിയാം, സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഈസ് യൂണിറ്റി. ഈ കൈ 1 അങ്ങോട്ട് കൂടും. അപ്പോൾ കൈ 1 എത്രയാകും? 1 ആകും, കൈ 2 0 ആകും. ഇനി കൈ 1ഉം വേപ്പർ പ്രഷറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ കൈ 1 0 ആണെങ്കിൽ കാണിച്ചു തരാം. കൈ 1 0 ആണെങ്കിൽ ദാ P1 0 ആണ്. കൈ 1 ഇങ്ങോട്ടേക്ക് കൂടെയാണ്, അതനുസരിച്ചിട്ട് P1 വില കൂടി 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 ഇങ്ങനെ പോവുകയാണ്. അവസാനം കൈ 1 എന്താകുന്നു? മാക്സിമം ആകുന്നു. അപ്പോൾ P1 മാക്സിമം ആകുന്നു. ഇവിടെ മാക്സിമം. അങ്ങനെ P1 മാക്സിമം ആകുമ്പോൾ അതിന് നിങ്ങൾ കാണിക്കേണ്ടത് P01 എന്നാണ്. അപ്പോൾ ഗ്രാഫ് ബുക്കിലേക്ക് വരയ്ക്കുമ്പം ഈ പോയിന്റിൽ നിങ്ങൾ എന്ത് എഴുതണം? P01 എന്ന് എഴുതണം. ഓക്കെ ആണല്ലോ? നോക്കുക. സിമിലർലി നമ്മൾ ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ കൈ 2 0 ആണ്, പക്ഷെ ഇങ്ങോട്ട് കൈ 2 കൂടെയാണ്, 1 ആയിട്ട് മാറി. അപ്പോൾ കൈ 2 0 ആകുമ്പോഴത്തേക്ക് P2 എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇങ്ങോട്ട് കൈ 2 മാക്സിമം ആണ്. അങ്ങനെ കൈ 2 മാക്സിമം ആകുമ്പോൾ P2 കയറി 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 ഇങ്ങനെ പോകും. മാക്സിമം ഇവിടെ ചെല്ലും. ഇനി ആ പോയിൻ്റ് പേര് നമുക്കറിയാം, ഇറ്റ് ഈസ് കാൾഡ് P02. ബുക്കിൽ വരയ്ക്കുമ്പം ഇവിടെ P02 എന്ന് മാർക്ക് ചെയ്യണം. ഇനി ഇത് നമുക്കറിയാം P ടോട്ടലാണല്ലേ. ഡാൾട്ടൺസ് ലോ പ്രകാരം എന്തെഴുതും? P ടോട്ടൽ സമം P1 പ്ലസ് എന്താക്കുക? P2 എന്ന് ആക്കുക. ഗ്രാഫ് മനസ്സിലായോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് നമ്മൾ പഠിച്ചത്. പ്രധാന കാര്യം റൗൾസ് ലോ അനുസരിക്കുന്ന ആൾക്കാർ ഐഡിയൽ, അനുസരിക്കാത്ത ആൾക്കാർ നോൺ ഐഡിയൽ. നമ്മളതിനെ രണ്ടായി തിരിക്കുന്നുണ്ട്. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്ക് കർവ് എപ്പോഴും മുകളിൽ കൂടെ ആയിരിക്കും. ഇന്ന് നമ്മൾ പഠിച്ചത് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷൻ ആയതുകൊണ്ട് കർവ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ശരിയല്ലേ? കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന കർവ് എന്ന് പറയുന്നതാണ് ഈ ഡോട്ട്. പക്ഷേ നമ്മൾ കർവ് നമ്മൾ വരച്ചേക്കുന്നത് കണ്ടല്ലോ, ഇതാ അടിയിൽ കൂടെയാണ് വരച്ചേക്കുന്നത്. അപ്പം ഈ ഡോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്നിരിക്കട്ടെ, പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെ വരയ്ക്കും? ഇതാ മുകളിൽ കൂടെ വരയ്ക്കും. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വേപ്പർ പ്രഷറാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇഫ് ദി വേപ്പർ പ്രഷർ ഇൻ ദി ലബോറട്ടറി ഈസ് ലെസ് ദാൻ ദി ആക്ച്വൽ വേപ്പർ പ്രഷർ ഫ്രം റൗൾസ് ലോ ഈസ് കാൾഡ് നെഗറ്റീവ് ഡീവിയേഷൻ. ഞാൻ ഈ പറയുന്ന ഡെഫിനിഷൻ ബുക്കിൽ വേണം. ഇഫ് ദി ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ ഇൻ ദി ലബോറട്ടറി ഈസ് ലെസ് ദാൻ ദി കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷർ അക്കോർഡിംഗ് ടു റൗൾസ് ലോ ഈസ് കാൾഡ് എന്ത് ഡീവിയേഷൻ? നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ എന്താ പോസിറ്റീവ് ഡീവിയേഷൻ? ഇഫ് ദി
ഒബ്സർവ്ഡ് വേപ്പർ പ്രഷർ ഇൻ ദി ലബോറട്ടറി ഈസ് ഗ്രേറ്റർ ദാൻ ദി വേപ്പർ പ്രഷർ അക്കോർഡിംഗ് ടു റൗൾസ് ലാ ഈസ് കാൾഡ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഐഡിയൽ ആണെങ്കിൽ ശ്രദ്ധിക്കണേ, ഐഡിയൽ ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ പോകും. ഇതാണ് പോയിൻ്റ് എന്നിരിക്കട്ടെ. ഇപ്പോൾ P1 ഇങ്ങനെയാണെന്നിരിക്കട്ടെ. P1 പോസിറ്റീവ് എങ്ങനെ വരയ്ക്കണം? ഈ പ്രതീക്ഷിക്കുന്ന ഡോട്ട് വേപ്പർ പ്രഷറിനേക്കാൾ കൂടുതൽ എവിടെ കിട്ടുന്നു? ലാബിൽ കിട്ടുന്നു. ഇങ്ങനെ വരയ്ക്കും. നെഗറ്റീവ് ആണെങ്കിലോ, ഈ ഡോട്ടാണ് റൗൾസ് ലാ പ്രകാരം കിട്ടിയ വേപ്പർ പ്രഷർ. നെഗറ്റീവ് ആകുമ്പോഴത്തേക്ക് അതിനേക്കാൾ കുറവ് താഴെ കൂടെ വരയ്ക്കും. അപ്പോൾ P1 കുറയുമ്പോഴത്തേക്ക് അതുപോലെ P2 താഴേക്ക് വരും. P2 താഴേക്ക് വരുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ചേർന്ന് ഇടുന്ന P ടോട്ടൽ എങ്ങോട്ട് വരും? താഴേക്ക് വരും. ശരിയല്ലേ? അപ്പോൾ റൗൾസ് ലാ, പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ചെറിയ ഒരു കൺസെപ്റ്റാണ് നമ്മളിന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഐഡൻറ്റിറ്റി. സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ ഓർ എമൗണ്ടുമായി ബന്ധമുണ്ട്, ബട്ട് അവരുടെ നേച്ചറുമായി, ഐഡൻറ്റിറ്റിയുമായി ബന്ധമില്ല. അത്തരം പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇത് നമുക്ക് 2 മാർക്കിന് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ഡു നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഐഡൻറ്റിറ്റി ഓർ നേച്ചർ ഈസ് കാൾഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. പ്രധാനപ്പെട്ട 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്പർ 1 എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഇപ്പോൾ ഇവിടെ ഒരു വാക്ക് ചേർക്കാനുണ്ട്, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. സെക്കൻഡ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. 3, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്. 4-മത്തേത് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻസ്. എപ്പോഴും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആർക്ക് മാത്രമേ ഉള്ളൂ? ഡൈല്യൂട്ട് സൊല്യൂഷന് മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുക. അപ്പം കൊളി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓൺലി ഫോർ എന്ത് സൊല്യൂഷൻ? ഡൈല്യൂട്ട്. അപ്പം ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് നോട്ട് ഓൺ ദെയർ ഐഡൻറ്റിറ്റി ഓർ നേച്ചർ. പ്രധാനപ്പെട്ട 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് പഠിക്കാനുള്ളത്. ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്പർ 1 എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഇവിടെ ചേർക്കേണ്ട വാക്ക് എന്താണ്? റിലേറ്റീവ് ചേർക്കുക. സെക്കൻഡ് എഴുതേണ്ടത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. തേർഡ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്. ഫോർത്ത്, ഓസ്മോട്ടിക് പ്രഷർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് പഠിക്കാനുള്ളത്. ഇതെല്ലാം എഴുതുക, നോട്ട്ബുക്കിൽ എഴുതുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ശരി. ഹലോ സ്റ്റുഡൻസ്, സൊല്യൂഷൻ എന്ന 2-മത്തെ അധ്യായത്തിലെ റൗൾസ് ലാ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? ദീസ് ആർ സൊല്യൂഷൻസ് ദാറ്റ് ഒബെയ്സ് റൗൾസ് ലാ അറ്റ് ഓൾ കോൺസെൻട്രേഷൻ. ഡെഫിനിഷൻ ഇവിടെ കൊടുപ്പുണ്ട്. ദീസ് ആർ സൊല്യൂഷൻസ് ദാറ്റ് ഒബെയ്സ് റൗൾസ് ലാ അറ്റ് ഓൾ കോൺസെൻട്രേഷൻ. ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ. ഇനി ഐഡിയൽ സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാകാനായിട്ട് നമുക്കറിയാം സൊല്യൂട്ട് വേണം, അതുപോലെ നമുക്ക് എന്ത് വേണം, സോൾവെൻറ്റ് വേണം. ഒരു സൊല്യൂഷൻ ഉണ്ടാകാൻ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്, സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. നമ്മളെപ്പോഴും സൊല്യൂട്ടിനെ ബി കൊണ്ടും സോൾവെൻറ്റിനെ എ കൊണ്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൊല്യൂട്ട് ബി ആണ്, സോൾവെൻറ്റ് എ ആണ്. ഇനി ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ സൊല്യൂട്ടിനകത്തുള്ള സൊല്യൂട്ട് മോളിക്യൂൾസ്, ദാറ്റ് ഈസ് അവർ തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ സൊല്യൂട്ട് എടുത്ത് വയ്ക്കുന്ന ഒരു ബീക്കറിനകത്ത് ആ സൊല്യൂട്ടിനകത്ത് സൊല്യൂട്ടിൻ്റെ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്, അവരുടെ പേര് ബി എന്നാണ്. അപ്പോൾ അവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ട്, അതിൻ്റെ പേരാണ് ബി ബി ഇൻട്രാക്ഷൻ. അപ്പോൾ അതുപോലെ സൊല്യൂഷനാകാൻ എന്തും വേണം, സോൾവെൻറ്റ് വേണം. സോൾവെൻറ്റ് എ ആണല്ലോ. അപ്പോൾ അവിടെ സോൾവെൻറ്റ് മോളിക്യൂൾസ് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കാൾഡ് എ ഇൻട്രാക്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ സൊല്യൂട്ട് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ അതുപോലെ സോൾവെൻറ്റ് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ ആർ ആൾമോസ്റ്റ് സിമിലർ ടു സോൾവെൻറ്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ. ഇപ്പോൾ കാര്യം മനസ്സിലാക്കാണ്, രണ്ട് ബീക്കർ എടുക്കുന്നു, ഒന്നിൽ സൊല്യൂട്ട് ഒന്നിൽ സോൾവെൻറ്റ്. സൊല്യൂട്ട് ബി, സോൾവെൻറ്റ് എ. സൊല്യൂട്ട് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ബി ബി ഇൻട്രാക്ഷൻ, സോൾവെൻറ്റ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ എ എ ഇൻട്രാക്ഷൻ. ഇവർ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൊല്യൂഷൻ കിട്ടും. അപ്പോൾ അവിടെ സൊല്യൂഷനകത്ത് ആരൊക്കെയുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് ഇൻട്രാക്ഷൻ ഉണ്ട്, എ ബി ഇൻട്രാക്ഷൻ. ഈ എല്ലാ ഇൻട്രാക്ഷനും ആൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. സൊല്യൂട്ടിനകത്തുള്ള സൊല്യൂട്ട് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ, സോൾവെൻറ്റിനകത്തുള്ള സോൾവെൻറ്റ് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ, സൊല്യൂഷനാകുന്ന സമയത്തുള്ള സോൾവെൻറ്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ, ഇതെല്ലാം സെയിം ആയിരിക്കും. ഇങ്ങനെ സെയിം ആകുന്ന സൊല്യൂഷനാണ് ഐഡിയൽ സൊല്യൂഷൻ. ഡെഫിനിഷൻ എന്താണ്, ദീസ് ആർ സൊല്യൂഷൻസ് ദാറ്റ് ഒബെയ്സ് റാവുൾസ് ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ദാ ഡെഫിനിഷൻ അവിടെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തിലേക്ക് പോവുകയാണ്. ഇനി അടുത്തത് എന്താണ് ഐഡിയൽ സൊല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ? ഒന്ന്, നമുക്കറിയാം ഐഡിയൽ സൊല്യൂഷൻ ആകണമെങ്കിൽ ദീസ് ആർ സൊല്യൂഷൻസ് ദാറ്റ് ഒബെയ്സ് എന്തിലായാണ്, റാവുൾസ് ലോ. റാവുൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനാണ് ഐഡിയൽ സൊല്യൂഷൻ. ശരിയാണല്ലോ. അപ്പോൾ റാവുൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ. ഇനി ഇവരെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നമ്മൾ അക്കോർഡിംഗ് ടു റാവുൾസ് ലോ പി എ സമം പി സീറോ എ ഇൻറ്റു കൈ എ, പി ബി സമം പി സീറോ ബി ഇൻറ്റു കൈ ബി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റാവുൾസ് ലോ പ്രകാരം പി എ സമം എന്താണ്, പി സീറോ എ ഇൻറ്റു കൈ എ, പി ബി സമം പി സീറോ ബി ഇൻറ്റു കൈ ബി. അവിടെ എക്സ് പോലെ കിടക്കുന്നത് എക്സ് അല്ല, മറിച്ച് കൈ എന്നാണ് വായിക്കുന്നത്. അത് പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. കൈ മീൻസ് എന്താണ്, മോൾ ഫ്രാക്ഷനാണ്. അപ്പം അവർ റാവുൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഇനി ഫോർ ഐഡിയൽ സൊല്യൂഷൻസ് രണ്ട് കാര്യങ്ങൾ സീറോയാണ്. എന്തൊക്കെയാണ് സീറോ? ഡെൽറ്റ എച്ച് മിക്സും ഡെൽറ്റ വി മിക്സും. ഡെൽറ്റ എച്ച് മിക്സ് എന്ന് വെച്ചാൽ ദർ ഈസ് നോ ഹീറ്റ് ചേഞ്ച് ഡ്യൂറിങ് മിക്സിങ്. നിങ്ങൾ സൊല്യൂട്ട് സോൾവെൻറ്റിലൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചേഞ്ച് ഇല്ല, ഹീറ്റ് ചേഞ്ച് ഇല്ല. അങ്ങനെ ഹീറ്റ് ചേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഡെൽറ്റ എച്ച് മിക്സ് എന്താണ്, സീറോയാണ്. അതുപോലെ ഡെൽറ്റ വി മിക്സും എന്തായിരിക്കും, സീറോ ആയിരിക്കും. ദാറ്റ് ഈസ് ദർ ഈസ് നോ ഹീറ്റ് ചേഞ്ച് ആൻഡ് വോളിയം ചേഞ്ച്. ഞാൻ ഡെൽറ്റ എന്നുള്ള സിമ്പൽ ഇതാ ഇവിടെ എങ്ങനെയാണ് കാണിക്കേണ്ടിയിരുന്നത്, ഡെൽറ്റ വി മിക്സ്, ഡെൽറ്റ വി മിക്സ്, ഇതാണ് സിമ്പൽ. ഡെൽറ്റ വി മിക്സും സീറോയാണ്. അപ്പം ഐഡിയൽ സൊല്യൂഷനകത്ത് രണ്ട് കാര്യങ്ങൾ സീറോയാണ്, ഡെൽറ്റ എച്ചും ഡെൽറ്റ വിയും. ദാറ്റ് ഈസ് ദർ ഈസ് നോ ഹീറ്റ് ചേഞ്ച് ആൻഡ് വോളിയം ചേഞ്ച് ഡ്യൂറിങ് മിക്സിങ്. ഓക്കെ ആണല്ലോ. ഇനി എക്സാമ്പിൾ പഠിക്കണം, ബെൻസീനും ടൊളുവിനും. നിങ്ങൾ ബെൻസീനെയും ടൊളുവിനെയും മിക്സ് ചെയ്യുക, യു വിൽ ഗെറ്റ് ഐഡിയൽ സൊല്യൂഷൻ. സെക്കൻഡ്, ഈതയിൽ അയഡൈഡും ഈതയിൽ ബ്രോമൈഡും. ലാസ്റ്റ് ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനും. കാണുന്നുണ്ടോ? അപ്പോൾ എന്താണ് ഐഡിയൽ സൊല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റാവുൾസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരാണ്. ദാറ്റ് മീൻസ് റാവുൾസ് ലോ ഒബേ ചെയ്യുമ്പോഴത്തേക്ക് പി എ സമം എന്താണ്, പി സീറോ എ ഇൻറ്റു കൈ എ ആണ്. പി ബി സമം പി സീറോ ബി ഇൻറ്റു കൈ ബി. ഇത് നിങ്ങൾ അറിയണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ റാവുൾസ് ലോ പഠിച്ചിരിക്കണം. അവിടെ എക്സ് കൈ ആണ്. ഇനി രണ്ട് കാര്യങ്ങൾ സീറോയാണ്, ഡെൽറ്റ എച്ച് മിക്സും ഡെൽറ്റ വി മിക്സും. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമ്മൾ രണ്ടുപേരും മിക്സ് ചെയ്യുന്നു. ആ രണ്ടുപേരും മിക്സ് ചെയ്യുമ്പോൾ
ആ ടെസ്റ്റ് ട്യൂബിന് പുറത്ത് ഹീറ്റ് ഫീൽ ചെയ്യത്തില്ല, ഒരു തണുപ്പും ഫീൽ ചെയ്യത്തില്ല. കാര്യം എന്താ? ഹീറ്റ് പുറത്തേക്കും വരുന്നില്ല, ഹീറ്റ് വലിച്ചു കൊടുക്കുന്നില്ല. ഡെൽറ്റ എച്ച് മിക്സ് 0 ആണ്, അതുപോലെ ഡെൽറ്റ വി മിക്സും 0 ആണ്. ഹീറ്റ് ചേഞ്ച് ഉണ്ടാകുന്നില്ല, വോളിയം ചേഞ്ച് ഉണ്ടാകുന്നില്ല. അപ്പം അതിന് എക്സാമ്പിൾ ബെൻസീനും ടൊളുവിനും ഉണ്ട്, ഈതയിൽ അയഡൈഡും ഈതയിൽ ബ്രോമൈഡും ഉണ്ട്, ക്ലോറോ ബെൻസീനും ബ്രോമോ ബെൻസീനും. ഇതിൽ എക്സാമ്പിൾ പഠിക്കണം, പ്രധാനമാണ്. അപ്പോൾ എന്താണ് അടുത്തത്? നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ നോക്കാം എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ നോക്കുക, ദീസ് ആർ സൊല്യൂഷൻസ് ദാറ്റ് ഷോ ഡീവിയേഷൻ ഫ്രം റാവുൾസ് ലാ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ദീസ് ആർ സൊല്യൂഷൻസ് ദാറ്റ് ഡസ് നോട്ട് ഒബെയ്സ് റാവുൾസ് ലാ. അപ്പം അത്തരം സൊല്യൂഷന് ആലോചിക്കുക, ഡെൽറ്റ എച്ച് മിക്സ് 0 ആയിരിക്കുമോ? ആയിരിക്കില്ല. കാര്യം ഐഡിയലിന് ഡെൽറ്റ എച്ച് മിക്സ് 0 ആണ്. അപ്പോൾ ഒബേ ചെയ്യാത്ത ആൾക്കാർക്ക് ഒരിക്കലും ഡെൽറ്റ എച്ച് മിക്സ് 0 ആയിരിക്കത്തില്ല. അപ്പോൾ ഡെൽറ്റ എച്ച് മിക്സും ഡെൽറ്റ വി മിക്സും നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഫോർ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ ഡെൽറ്റ നോട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിക്കോണം, എച്ച് സഫിക്സ് ആയിട്ട് മിക്സ് ആൻഡ് ഡെൽറ്റ വി സഫിക്സ് ആയിട്ട് മിക്സ് നോട്ട് ഈക്വൽ ടു എത്രയാണ്? 0. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ചെന്നൊരു കാര്യം പറയാൻ സാധിക്കുമല്ലോ, നോൺ ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് എത്രയായി തിരിക്കാം? 2 ആയി തിരിക്കാം. സൊല്യൂഷൻസ് ഷോയിങ് 0യേക്കാൾ കൂടുതൽ വന്നാൽ പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ 2 എന്തായിരിക്കും? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. യെസ്, ഇപ്പോൾ പറഞ്ഞ കാര്യം നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ എത്രയായി തിരിക്കാം? 2 ആയി തിരിക്കാം. നമ്പർ 1, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ? ചിന്തിക്കുക. റാവുൾസ് ലാ പ്രകാരം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വേപ്പർ പ്രഷറുണ്ട്. ആ വേപ്പർ പ്രഷറിനേക്കാൾ കൂടിയ പ്രഷർ ലാബിൽ ഈ സൊല്യൂഷൻ കാണിച്ചാൽ നമുക്ക് പറയാം ദീസ് ആർ സൊല്യൂഷൻസ് ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. റാവുൾസ് ലാ പ്രകാരം ബുക്കിൽ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ വേപ്പർ പ്രഷറിന്. അപ്പോൾ ആ വേപ്പർ പ്രഷറിനേക്കാൾ കൂടിയ പ്രഷർ എന്തുകൊണ്ടോ ലാബിൽ ഈ സൊല്യൂഷൻ തരുന്നു. അപ്പം കണക്ക് കൂട്ടിയതിനേക്കാൾ കൂടിയ പ്രഷർ കിട്ടുന്നു. അപ്പോൾ നമുക്ക് പറയാം എന്ത് ഡീവിയേഷനാണ്? അത് പോസിറ്റീവ് ഡീവിയേഷനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഒരു ഗ്രാഫ് അവിടെ കാണിച്ചിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ്റെ മീൻസ് ഇവിടെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഗ്രാഫ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. നോക്കാം, ഈ ഗ്രാഫ് നിങ്ങൾ നോക്കുക. ഈ ഗ്രാഫിൽ 2 പേര് തമ്മിലാണ് മത്സരിക്കുന്നത്. റാവുൾസ് ലാ പ്രകാരമുള്ള വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും. അപ്പം ഒരു ആക്സിസിൽ വേപ്പർ പ്രഷറുണ്ട്, മറ്റേ ആക്സിൽ മോൾ ഫ്രാക്ഷനുണ്ട്. അപ്പം ഒരു സൈഡിൽ മോൾ ഫ്രാക്ഷനാണ്, ബൈനറി സൊല്യൂഷനാണ്, എ ഉണ്ട് ബി ഉണ്ട്. എയുടെ മോൾ ഫ്രാക്ഷൻ കൈ എ, ബിയുടെ മോൾ ഫ്രാക്ഷൻ കൈ ബി. നമുക്കറിയാവുന്നൊരു കാര്യം, സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഈസ് യൂണിറ്റി. മോൾ ഫ്രാക്ഷൻ്റെ തുക എന്താണ്? യൂണിറ്റിയാണ്. അപ്പം കൈ എ ഇവിടെ 1 ആണെങ്കിൽ കൈ ബി എത്രയായിരിക്കും? 0 ആയിരിക്കും. കാര്യം ആഡ് ചെയ്യുമ്പോൾ എത്ര വരാവൂ? 1 വരാവൂ. അല്ലെങ്കിൽ ആലോചിക്കുക, ഇവിടെ കൈ എ മീൻസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ മാക്സിമം, കൈ ബി 0 മീൻസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈസ് മിനിമം. പക്ഷെ അങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ മോൾ ഫ്രാക്ഷൻ കൂടുകയാണ്, ശരിയല്ലേ? അപ്പോൾ കൈ എയുടെ വാല്യൂ കുറയുകയും കൈ ബി കൂടുകയും ചെയ്യുകയാണ്. അപ്പോൾ കൈ എ വില 0 ആകുന്നു, അപ്പോൾ കൈ ബി എത്രയാകും? 1. നമ്മൾ പറഞ്ഞ പഴയ റൂളാണ്. കാര്യം രണ്ടിൻ്റെയും കൂടെ സമയം എത്ര കിട്ടണം? 1 കിട്ടണം. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ്? ഈ കേസിൽ കൈ ബി മാക്സിമം ആണ്, എന്നാൽ കൈ എ എന്താണ്? മിനിമം ആണ്, ശരിയല്ലേ? ഈ സൈഡിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? വേപ്പർ പ്രഷർ. നമുക്കറിയാം റാവുൾസ് ലാ പ്രകാരം മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. നോക്കുക, കൈ എ 1 മീൻസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ മാക്സിമം ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് എ മാക്സിമം ആകുമ്പോഴത്തേക്ക് ആ സമയത്ത് വേപ്പർ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് P0A. P0A എന്ന് പറയും. അവിടെ ബിയുടെ വാല്യൂ 0 ആണ്, കോൺട്രിബ്യൂഷൻ ഇല്ല. പക്ഷേ ഇതേ ബിയുടെ വാല്യൂ ഇവിടെ 1 ആണ്, മാക്സിമം ആണ്. ഇവിടെ മാക്സിമം ആണ്. അപ്പോൾ കൈ ബി മാക്സിമം എന്ന് പറയുമ്പം അതിൻ്റേതായ വേപ്പർ പ്രഷർ P0B എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ നോക്കൂ,
ഇത് എയുടെ ഇത് എയുടെ ഗ്രാഫാണ്, ഇത് ബിയുടെ ഗ്രാഫാണ്. എ ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ എ 0 ആയിരിക്കും. അങ്ങോട്ട് പോകും തോറും എയുടെ വില കൂടി, ഇവിടെ എ മാക്സിമം ആയതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി തരാം. ഇവിടെ എയുടെ വാല്യൂ 0, അപ്പോൾ ഇവിടെ ഏറ്റവും താഴ്ന്ന വാല്യൂ ആയിരിക്കും ഗ്രാഫിൽ. ഇതേ എ ഇങ്ങോട്ട് ഏറ്റവും വലിയ വാല്യൂ, എയുടെ വാല്യൂ മാക്സിമം ആയപ്പോഴത്തേക്ക് ആ സമയത്ത് വേപ്പർ പ്രഷർ P0 ആയി. തിരിച്ചാലോചിക്കുക, ഇവിടെ ബിയുടെ വാല്യൂ 0 ചെറുതാണ്, അപ്പോൾ ഇവിടെ ബിയുടെ ഗ്രാഫ് നോക്കാം. ഇതാണ് ബിയുടെ ഗ്രാഫ്, അവിടെ ബി ചെറുതാണ്. ഇതേ ബി ഇവിടെ എന്താകുന്നു? മാക്സിമം ആകുന്നു. ബി മാക്സിമം ആകുമ്പോഴത്തേക്ക് ആ വേപ്പർ പ്രഷറാണ് P0B. പിന്നെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സംഭവമുണ്ട്. പി സമം ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അറിയാലോ, PA പ്ലസ് എന്താണ് PB അക്കോർഡിംഗ് ടു ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. നിങ്ങളൊന്നും കൂടെ ആ ഗ്രാഫ് നോക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ വീണ്ടും ഇവിടെ നോഡിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഗ്രാഫ് കാണുന്നുണ്ടല്ലേ. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. ഈ ഡോട്ടിട്ട് കാണിച്ചേക്കുന്നത് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫാണ്. എന്ന് വെച്ചാൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രാഫാണ് ആ കിടക്കുന്നത്. ഇവരെന്ത് ഡീവിയേഷനാണ് കാണിക്കുന്നത്? പോസിറ്റീവ് ഡീവിയേഷൻ. അങ്ങനെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പം കണ്ടീഷനുണ്ട് PA ഗ്രേറ്റർ ദാൻ P0 A ഇൻറ്റു കൈ. ഇപ്പം നിങ്ങൾ നേരത്തെ വരച്ച PAയേക്കാൾ വലുതാണ് ഇപ്പോഴത്തെ വേപ്പർ പ്രഷർ. ഇപ്പോൾ ഡോട്ടുള്ളത് ഐഡിയലിൻ്റെത്, ഇപ്പോൾ കിട്ടിയത് നോൺ ഐഡിയലിൻ്റെ പോസിറ്റീവ് ഡീവിയേഷൻ. അതിൽ ബിയുടെ വരെ നോക്കുക. ബിയുടെ കേസിൽ നമുക്ക് ഡോട്ട് കാണുന്നുണ്ടല്ലോ. ബിയുടെ ഡോട്ട് എന്ന് പറയുന്നത് റൗൾസ് ലോ പ്രകാരം പ്രതീക്ഷിക്കുന്നതാണ്, പക്ഷെ കിട്ടുന്നത് നമുക്കറിയാം അതിനേക്കാൾ കൂടിയ വേപ്പർ പ്രഷറാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കും. പ്രതീക്ഷിക്കുന്ന ഡോട്ട് ഇവിടെയും എയുടെ കേസിൽ കൂടിയതാണ് കിട്ടുന്നത്. PAയും PBയും കൂടുമ്പോൾ നാച്ചുറലി ടോട്ടൽ പ്രഷറും കൂടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അവിടെ PA എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ P0 A ഇൻറ്റു കൈ A, PB ഗ്രേറ്റർ ദാൻ P0B കൈ B. അപ്പോൾ P ടോട്ടൽ വിൽ ബി ഗ്രേറ്റർ ദാൻ P0 A കൈ A പ്ലസ് P0B കൈ B. അപ്പം ഈ ഗ്രാഫും വളരെ പ്രധാനമാണ്. ഗ്രാഫ് പ്രധാനമാണ്. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ തന്നേക്കുന്ന എല്ലാ സ്ലൈഡിലെയും നോട്ട് അതുപോലെ എഴുതി നോട്ട് ബുക്കിൽ എഴുതി നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്ത് ഇടേണ്ടതാണ്. ഗ്രാഫ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഗ്രാഫിനൊക്കെ മാർക്കുള്ളതാണ്. ഇവിടെ ഐഡിയലിൻ്റെ ഗ്രാഫുണ്ട്. അപ്പോൾ